ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. അപ്പം എന്നും പറയുന്ന പോലെ തന്നെ അപ്പോൾ നമുക്ക് ആദ്യം പോസ്റ്റ് മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റി ലെവൽസ് പരിശോധിച്ച ശേഷം ഇന്നത്തെ ടോപ്പ് ബയേഴ്സും സെല്ലേഴ്സും ഏതിലായിരുന്നു എന്ന് പരിശോധിക്കാം. ശേഷം നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിഫ്റ്റി ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോപ്പർലി ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്തു. ഫസ്റ്റ് ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് റീടെസ്റ്റ് തന്ന് ഡൗൺ സൈഡ് വരാനുള്ള ഒരു ഇന്റൻഷൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് എവിടെ ഹോൾഡ് ചെയ്ത് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ വരച്ചിരുന്ന സെക്കൻഡ് ഡിമാൻഡ് ഏരിയയുടെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണ് ഉണ്ടായത്. സോ അപ്പം ഗ്ലോബൽ മാർക്കറ്റ് ഡൗൺ സൈഡ് ആയതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നേക്കുന്നത്. അല്ലാതെ വേറെ പ്രോപ്പർലി ഉള്ള ഒരു മാർക്കറ്റ് സെല്ലിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജസ്റ്റ് ആ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നത്തെ ഡൗൺ സൈഡ് പ്രതിഫലിച്ചു എന്നേ ഉള്ളൂ. ലോകത്തിൽ എല്ലാ മാർക്കറ്റുകളിലും ഉണ്ടായിരുന്ന ഒരു പ്രതിഫലനം ഇന്ത്യയിലും ഉണ്ടായെന്നേ ഞാൻ കരുതുന്നുള്ളൂ. അതിന് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് ഏരിയ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ വരച്ചിരുന്ന ഡിമാൻഡ് ഏരിയയ്ക്ക് മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം അല്ലേ. ഓക്കെ, ഡിമാൻഡ് ഏരിയയിലേക്ക് വന്നു, അപ്പ് സൈഡ് പോയി. ആൻഡ് എവിടെ മുന്നേ ഉണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസിൽ മാർക്കറ്റ് സപ്ലൈ അടിച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. സോ വേറെ പ്രത്യേകിച്ച് ഇന്നൊരു കൺസോൾട്ടേഷൻ എന്ന് തന്നെ ഞാൻ പറയാം. ഇന്ന് ജസ്റ്റ് കുറച്ച് സോണിന്റെ ബിറ്റ്വീനാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തത്. ഇപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ട്രേഡാണ്, മനസ്സിലായാലും പ്രത്യേകിച്ച് വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ രണ്ട് സോണിന്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ അപ്പം ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലൂസേഴ്സും നോക്കുകയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാക്സ് ഹെൽത്ത് കെയർ, വിപ്രോ, ടെക് മഹീന്ദ്ര, അപ്പോളോ ഹോസ്പിറ്റൽ ആൻഡ് പവർ ഗ്രിഡ് ഉണ്ട്. ആൻഡ് ടോപ്പ് ലൂസേഴ്സിലുള്ളത് ടാറ്റ മോട്ടോഴ്സ്, ഡോക്ടർ റെഡ്ഡില, BEL, ബജാജ് ഫിനാൻസ് ആൻഡ് TCS ആണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ LG ഇലക്ട്രോണിക്സിന്റെ IPO ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ LG ഇലക്ട്രോണിക്സ് നമുക്കൊന്ന് പരിശോധിക്കാം. LG ഇലക്ട്രോണിക്സിന്റെ IPO ലിസ്റ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് സാമാന്യം ഒരുപാട് പേർക്ക് ലിസ്റ്റിംഗ് ഗെയിൻസ് എടുത്തിട്ട് ഒരുപാട് പേര് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് LG ഇലക്ട്രോണിക്സിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് ഞാൻ നോക്കുന്നത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം LG ഇലക്ട്രോണിക്സിൽ തൽക്കാലം നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ തന്നെ തുടരാം. ആൻഡ് ഇന്നത്തെ ഹൈക്കുള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ട്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്തായിരിക്കും നോക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് സ്ട്രോങ്ലി ഹോൾഡ് ചെയ്യുന്ന ഒരു ഫീൽ വന്നാൽ ഞാനൊരു എൻട്രി നോക്കുന്നതായിരിക്കും LG ഇലക്ട്രോണിക്സിൽ. സോ നിലവിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യത്തില്ല, വാച്ച് ചെയ്യത്തേ ഉള്ളൂ LG ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നമുക്ക് ആ സ്റ്റോക്സ് എല്ലാം ലൈവിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ശേഷം സ്വിഗ്ഗി എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വിഗ്ഗി ഒരു സപ്പോർട്ട് റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുകയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് 462 ആണ്. ഞാൻ ചെറിയ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പോൾ സ്വിഗ്ഗി ഞാൻ എന്തായാലും ഈ ഒരു റേഞ്ച് വരെയൊക്കെ ഹോൾഡ് ചെയ്യാനാണ് എൻ്റെ തീരുമാനത്തിലുള്ളത്. അടുത്ത സ്റ്റോക്കിന് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് സമ്മാൻ ക്യാപിറ്റലാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. ഒരു 1.5% അപ്സൈഡ് നമുക്കിവിടെ സമ്മാൻ ക്യാപിറ്റലിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇത് നല്ലൊരു ട്രേഡായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഉണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ജുബിലൻ്റ് ഇൻഗ്രീവിയ ഞാൻ ഇന്ന് വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഒരു ട്രേഡിംഗ് പോസിബിലിറ്റി ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങളിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്നൊരു നല്ല അപ്സൈഡ് മൊമെന്റം സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഔട്ട് റീടെസ്റ്റ് സോണിലാണ് ബ്രേക്ക്ഔട്ട് ചെയ്ത് മാർക്കറ്റ് ആ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിന്റെ മുകളിൽ ട്രേഡ് ചെയ്യുകയാണ്. അപ്പം ഇനിയുള്ള 740 എന്നുള്ള റേഞ്ചിന് മുകളിൽ കുറച്ചും കൂടെ ഒരു മൊമെന്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഒരു ക്യാൻഡിൽ 740ക്ക് മുകളിൽ ഇങ്ങനെ ഒരു ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ വളരെ നല്ല ഒരു ഹയർ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇതിലേക്ക് വരും. ഒരു 840 വരെയൊക്കെയുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ക്ലോസ്ലി ജുബിലൻ്റ് ഇൻഗ്രീവിയ വാച്ച് ചെയ്യാം. അടുത്ത സ്റ്റോക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് വെബ്സോൾ എനർജി സിസ്റ്റം എന്ന് പറഞ്ഞ കമ്പനിയാണ്. വെബ്സോളിൽ ഞാൻ നോക്കുന്നത്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു ചെറിയ സപ്പോർട്ട് സോണിൽ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് താഴെ പോവുകയല്ല ചെയ്തത്, മറിച്ച് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോവുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇനിയുള്ള ഒരു മെയിൻ സപ്ലൈ സോൺ മാർക്കറ്റിൽ വരുന്നത് ഈ ഒരു 1408 എന്നുള്ള റേഞ്ചിലാണ്. സോ ഒരു 200 പോയിന്റ്സിന്റെ അപ്സൈഡ് വെബ്സോളിൽ പെൻഡിങ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നാളത്തെ ദിവസം നോക്കിയിട്ട് ഞാൻ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വേറെ ഏതാ സ്റ്റോക്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ നാളത്തെ ദിവസങ്ങൾ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ലോങ് ടേം ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് പ്രീമിയർ എനർജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് ടേമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രീമിയർ എനർജീസ് നല്ലൊരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ. ഇപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറലി നോക്കുകയാണെങ്കിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ ആണ്. ബട്ട് കൺസോൾട്ടേഷനിൽ ഉള്ളിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിൽ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. ഡിമാൻഡ് ഏരിയകളിൽ നല്ല രീതിയിലുള്ള ബൈ നമുക്ക് കാണുന്നുണ്ട്.
സോ ഈ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്യുകയോ ഇല്ലേ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാണാം പ്രീമിയം എനർജീസിൽ. അപ്പം ഇത്രയും സ്റ്റോക്സ് ആണ് മെയിൻലി ഞാൻ വാച്ച് ചെയ്യുന്നത്. കാര്യം ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഇന്നൊരു ദിവസം മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷം അപ്പം നാളെ മറ്റന്നാളുമായിട്ടൊക്കെ പുതിയ ട്രേഡ്സ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം, അതിൻ്റെ പുതിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ കൂടുതൽ സ്റ്റോക്സ് പരിശോധിച്ച ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽസ് നാളത്തെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ കുറച്ചും കൂടെ എന്താ പറയുക വിശദീകരിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.